2026 മാർച്ച് മാസത്തിലെ ഗ്രഹനിലയും മാറ്റങ്ങളും അടിസ്ഥാനമാക്കി 27 നക്ഷത്രങ്ങളുടെയും പൊതുവായ ഫലങ്ങൾ താഴെ നൽകുന്നു. അശ്വതി മുതൽ ആയില്യം വരെ ആദ്യത്തെ 9 നക്ഷത്രങ്ങൾ. അശ്വതി, തൊഴിൽ രംഗത്ത് അനുകൂലമായ പുതിയ മാറ്റങ്ങളുണ്ടാകും. സാമ്പത്തിക നില മെച്ചപ്പെടുകയും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ നടപ്പിലാവുകയും ചെയ്യും. ഭരണി, ആഗ്രഹിച്ച കാര്യങ്ങൾ എളുപ്പത്തിൽ നടപ്പിലാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ ജോലിക്കായി ശ്രമിക്കാനോ അനുയോജ്യമായ സമയമാണ്. കാർത്തിക, ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ പണമിടപാടുകൾ സൂക്ഷിച്ചു നടത്തുക. രോഹിണി, കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. പുതിയ സൗഹൃദങ്ങളും യാത്രകളും ഗുണകരമായി മാറും. മകയിരം, തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കും. എങ്കിലും ഊഹക്കച്ചവടങ്ങളിലും പണമിടപാടുകളിലും ജാഗ്രത പുലർത്തുക. തിരുവാതിര, അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യതയുണ്ട്. അടുത്ത ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും തക്ക സമയത്ത് സഹായം ലഭിക്കും. പുണർദം, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ഔദ്യോഗിക രംഗത്ത് അംഗീകാരവും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം. പൂയം, കർമ്മരംഗത്ത് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. ആയില്യം, ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുകയും പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. മാനസികമായ സന്തോഷവും സമാധാനവും കൈവരും. മകം മുതൽ തൃക്കേട്ട വരെ. മകം, പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിവരും. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. എങ്കിലും യാത്രാവേളകളിൽ ശ്രദ്ധിക്കുക. പൂരം, സാമ്പത്തിക ഭദ്രത കൈവരും. കലാകാരന്മാർക്കും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ശോഭിക്കാൻ കഴിയും. ഉത്രം, ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റമോ ശമ്പളവർദ്ധനവോ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അത്തം, സുഹൃത്തുക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് കലഹങ്ങൾ ഒഴിവാക്കും. ചിത്തിര, വാഹനമോടിക്കുമ്പോഴും യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭമുണ്ടാകും. ചോതി, വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയം. വിവാഹകാര്യങ്ങളിൽ തീരുമാനമാവുകയും പ്രണയബന്ധങ്ങൾ ദൃഢമാവുകയും ചെയ്യും. വിശാഖം, സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ അച്ചടക്കം പാലിക്കുക. മേലധികാരികളിൽ നിന്ന് പ്രശംസയും പിന്തുണയും ലഭിക്കും. അനിഴം, ദേവഗണത്തിൽപ്പെട്ട അനിഴം നക്ഷത്രക്കാർക്ക് ഈ മാസം തൊഴിൽ രംഗത്ത് വലിയ പുരോഗതിയും പുതിയ അവസരങ്ങളും വന്നുചേരും. ആത്മവിശ്വാസം വർദ്ധിക്കും. തൃക്കേട്ട, കഠിനാധ്വാനത്തിന് മികച്ച ഫലം ലഭിക്കും. പിതാവിൽ നിന്നോ മുതിർന്നവരിൽ നിന്നോ വിലപ്പെട്ട ഉപദേശങ്ങളും സഹായവും ലഭിക്കും. മൂലം മുതൽ രേവതി വരെ. മൂലം, പുതിയ അറിവുകൾ നേടാനും പഠനത്തിൽ മികവ് പുലർത്താനും സാധിക്കും. കുടുംബജീവിതം ഏറെ സന്തോഷപ്രദമാകും. പൂരാടം, ഏറെ നാളായുള്ള കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. പൊതുപ്രവർത്തകർക്കും സാമൂഹിക രംഗത്തുള്ളവർക്കും ജനസമ്മതി വർദ്ധിക്കും. ഉത്രാടം, എതിരാളികളുടെയും ശത്രുക്കളുടെയും ശല്യം കുറയും. ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. തിരുവോണം, സാമ്പത്തികമായി മികച്ച സമയമാണ്. വാഹനം, പുതിയ വീട് എന്നിവ വാങ്ങുക എന്ന സ്വപ്നത്തിലേക്ക് കൂടുതലടുക്കും. അവിട്ടം, അലസത ഒഴിവാക്കുക. കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. എങ്കിൽ മാത്രമേ ലക്ഷ്യങ്ങൾ നേടാനാകൂ. ചതയം, മുൻപ് ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം ലഭിക്കും. സുഹൃത്തുക്കൾ വഴിയോ ഉന്നത വ്യക്തികൾ വഴിയോ സഹായം ലഭിക്കും. പൂരുരുട്ടാതി, അലട്ടിയിരുന്ന ആരോഗ്യപ്രശ്നങ്ങൾ ശമിക്കും. ആത്മീയകാര്യങ്ങളിലും പുണ്യപ്രവർത്തികളിലും താൽപ്പര്യം വർദ്ധിക്കും. ഉത്രട്ടാതി, ചിലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ദമ്പതികൾക്കിടയിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും. രേവതി, തൊഴിലിൽ സ്ഥിരത കൈവരും. മത്സരപരീക്ഷകളിൽ ഉന്നത വിജയം സ്വന്തമാക്കാനും പുതിയ മേഖലകളിലേക്ക് കടക്കാനും സാധിക്കും. ദോഷപരിഹാരങ്ങളും മന്ത്രങ്ങളും. ഈ മാസം കൂടുതൽ ഐശ്വര്യത്തിനും തടസ്സങ്ങൾ മാറുന്നതിനുമായി സുബ്രഹ്മണ്യ ഭജനവും ശിവപ്രീതിയും വരുത്തുന്നത് ഉത്തമമാണ്. ദിവസവും ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നത് മാനസിക ശാന്തി നൽകും. കർമ്മരംഗത്തെ പുരോഗതിക്കും കാര്യവിജയത്തിനുമായി ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക നക്ഷത്രത്തെക്കുറിച്ചോ ഈ മാസത്തെ മറ്റ് ഗ്രഹമാറ്റങ്ങളെക്കുറിച്ചോ കൂടുതൽ വിശദമായി അറിയാൻ താൽപ്പര്യമുണ്ടോ? നിങ്ങളുടെ നക്ഷത്രഫലങ്ങളും മറ്റ് ജ്യോതിഷവിശേഷങ്ങളും കൃത്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്നും നിങ്ങളുടെ സംശയങ്ങളും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ വിവരങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക.